ആസാമിലും മണിപ്പൂരിലും നിരോധനാജ്ഞയാണ്. രാഷ്ട്രപതി ഒപ്പിട്ട ഒരു ബില്ലിനെതിരെയാണ് അവിടെ ചില പ്രദേശങ്ങളിലെ മുസ്ലിം സംഘടനകൾ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. സൈന്യത്തെ വരെ ഇറക്കിക്കൊണ്ടുള്ള നിരോധനാജ്ഞയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതായത് വഖഫ് ബിൽ ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല. ഇതുമായി ബന്ധപ്പെട്ട് വഖഫ് ഭൂമി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഭൂമിയാണ്, അത് ആർക്കും വിട്ടുതരില്ല, പിടിച്ചെടുത്തതൊക്കെ ഞങ്ങളുടേത് മാത്രമാണ്, അതിനി തിരിച്ചു വാങ്ങാമെന്ന് ആരും വിചാരിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിഷേധം. രാഷ്ട്രപതി ഒപ്പിട്ടത് നിയമമായി കഴിഞ്ഞു. ഇനി ഈ കോമാളിത്തരമൊക്കെ കാണിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ല, കോമാളിത്തരമൊക്കെ കാണിക്കാം. നേരത്തെ തന്നെ അമിത്ഷാ തന്നെ പാർലമെന്റിൽ പറഞ്ഞല്ലോ, നിങ്ങളൊന്ന് നേരിട്ട് നോക്ക്, ആ സമയത്ത് കാണാം. അത് തന്നെ സംഭവിക്കാൻ പോകുന്നത്. ഇപ്പൊ മണിപ്പൂരിലും ആസാമിലാണ് നിരോധനാജ്ഞ പുറപ്പെടുവിക്കുന്നത്. അതൊരു തുടക്കം മാത്രമാണ്. ഇത് അതിശക്തമായ രീതിയിൽ വഖഫിന്റെ ഭേദഗതി നിയമം സർക്കാർ ഇംപ്ലിമെന്റ് ചെയ്യും. അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നമ്മൾ ധരിക്കുന്ന പോലെ മുസ്ലിങ്ങൾക്കെതിരല്ലാതെ ഇത് മുസ്ലിങ്ങൾക്ക് പ്രയോജനമുണ്ട്. ഞാൻ വേറെ ഒന്ന് പറയാലോ, എറണാകുളത്ത് സീട്ടിന്റെ ഭൂമി ഉണ്ടായിരുന്നു. സീട്ടിന്റെ ഭൂമിയാണ് പിന്നെ ഫറൂഖ് കോളേജിന് കൊടുത്ത, ഫറൂഖ് കോളേജാണത് മുനമ്പത്തുകാർക്ക് വിറ്റ്, അങ്ങനെയുള്ള ഭൂമിയുടെ പ്രശ്നമുണ്ട്. ഈ പറയുന്ന രാജാവ് സൗജന്യമായിട്ട് കൊടുത്ത ഭൂമിയാണ് സേട്ടിന് കിട്ടിയത്. ആ സേട്ടിന്റെ ഭൂമിയിൽ നിന്നാണ് ഇവർ വഖഫിന് പോയത്. സേട്ടിന്റെ മകളുടെ മകൾ എന്തൊക്കെ പരാതിയിട്ട് വന്നിരുന്നു. സേട്ടിന്റെ മകളുടെ മകൾക്ക് വഖഫിന് നോട്ടീസ് തന്നിട്ടുണ്ട്. അവർ എറണാകുളത്ത് വീക്ഷണം ദിനപത്രം നടത്തുന്നുണ്ട്. അതിന് തൊട്ടടുത്തുള്ള ഒന്നിച്ചില്ല ഏക്കർ സ്ഥലം അവരുടെയാണ്. അതിന് വരെ വഖഫ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ സാധാരണ പറയാറുണ്ട്, ഈ ഭസ്മാസുരന് വരം കൊടുത്ത മാതിരി എന്ന് പറയാറുണ്ട്. ആ വരം കൊടുത്ത ആളോട് പറഞ്ഞെന്ന തലയിൽ നിന്ന് കൈവയ്ക്കാൻ പറഞ്ഞ ഭസ്മാസുരനെ പോലെയാണ് ഈ പറയുന്ന വഖഫ് എന്ന് പറയുന്ന സാധനം. ഇത് ഇവർക്ക് ഭൂമി കൊടുത്ത ആളുകൾക്കൊക്കെ ഇവർ പണി കൊടുത്തിട്ടുണ്ട്. ഇത് അതിന്റെ പേരിൽ അതിന് ഒരു കാരണവശാലും അംഗീകരിക്കില്ല. ഇത് ആർക്ക് വേണ്ടിയിട്ടുള്ള നിയമമാണത്? അത് കൃത്യമായിട്ട് സുന്നികൾക്ക് വേണ്ടിയിട്ടുള്ള നിയമമാണ്. അത് ഒരുപറ്റം ഷിയകൾക്ക് വേണ്ടിയുള്ള നിയമമാണ്. ഏറ്റവും സമ്പന്നന്മാരായിട്ടുള്ള ആൾക്ക് വേണ്ടിയുള്ള നിയമമാണ്. ഈ വഖഫിന്റെ ഭൂമി ഏറ്റെടുക്കുന്നത്, വഖഫിന്റെ ഭൂമിയല്ല ഏറ്റെടുക്കുന്നത്, വഖഫ് അനധികൃതമായിട്ട് കൈവശപ്പെടുത്തിയിരിക്കുന്ന ഭൂമികൾ തിരിച്ചു പിടിക്കും. എങ്ങനെ തിരിച്ചു പിടിക്കാതിരിക്കുക? ഇതുകൊണ്ട് നഷ്ടം വരുന്നത് ഹിന്ദുക്കൾക്കോ ക്രിസ്ത്യാനികൾക്കോ മാത്രമൊന്നുമല്ലല്ലോ. വഖഫ് എന്ന പേരിൽ തട്ടിപ്പ് നടത്തിയിരിക്കുന്നതിൽ മുസ്ലിങ്ങൾ ആ കേസിൽ അതിൽ വിക്ടിംസ് ആണ്. എനിക്കറിയാമല്ലോ, എറണാകുളത്ത് നമ്മളെ മുനമ്പത്തെ ഭൂമിയുണ്ട്. അതൊരു സേട്ട് പണ്ട് ഫറൂഖ് കോളേജിന് കൊടുത്തതാണ്. ഫറൂഖ് കോളേജ് ആ ഭൂമി വിറ്റു. അത് 3 സെന്റ് 4 സെന്റ് 5 സെന്റ് ആയിട്ടാണ് മുനമ്പത്ത് ഭൂമി വാങ്ങിച്ചത്. ഈ പറയുന്ന ഭൂമി ആണ് അതിനുശേഷം ഫറൂഖ് കോളേജിൽ ചിലർ ചേർന്നിട്ടത് വഖഫിന് കൊടുത്തു പോലും. ഇപ്പൊ ഞാൻ അതിനിടയ്ക്ക് സേട്ടിന്റെ പേരക്കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ഭൂമി നമ്മുടെ വീക്ഷണം ദിനപത്രത്തിനെടുത്ത എറണാകുളത്ത്. ആ ഭൂമി വഖഫിന്റെ ആണത്ര. ഇപ്പൊ ഇത് എന്തിനു തോന്നിയ പറയുന്നത്? ഈ സാക്ഷാൽ ഭസ്മാസുരന് വരം കൊടുത്ത മഹാദേവന്റെ കഥയുണ്ട്. വരം കൊടുത്തത് മഹാദേവനാണ്. അതുകൊണ്ട് ഭസ്മാസുരൻ പറഞ്ഞു, ഒന്ന് സ്വന്തം ശിരസിൽ നിന്ന് കൈവച്ചു നോക്കാൻ വേണ്ടി പറയാണ്. അദ്ദേഹത്തിന്റെ ശിരസിലേക്ക് എന്റെ കൈയിൽ നിന്ന് വയ്ക്കട്ടെ എന്നാ പറയുന്നത്. ഇതേപോലെയുള്ളൊരു ഭസ്മാസുരനാണ് വഖഫ് ബോർഡ്. ഈ വഖഫ് ബോർഡിന് വേണ്ടിയിട്ട് സൗജന്യമായിട്ട് ഭൂമി കൊടുത്തിരിക്കുന്ന ആളുകളുടെ ഭൂമി മുഴുവൻ വഖഫ് സ്വന്താക്കുകയാണ്. അപ്പൊ നമുക്ക് ചിലപ്പോൾ തോന്നും വഖഫ് എന്ന് പറഞ്ഞാൽ ആരാണ്? മുസ്ലിങ്ങളുടെയാണ്. ഇത് മുസ്ലിങ്ങളുടെ അല്ലപ്പ. ഇത് തീവ്രവാദികളായിരിക്കുന്ന സുന്നികളുടെയാണ്. ഇത് മുസ്ലിം വിരുദ്ധരായിരിക്കുന്ന ഷിയകളുടെയാണ്. ഈ രണ്ടുപേരും കൂടി സാധനം പിടിച്ചു വെച്ചേക്കണത്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ പുതിയ അമെന്റ്മെന്റിനകത്ത് എന്താ വരുന്നത്? അത് വഖഫ് ആൾക്ക് എന്ന് പറയുന്നത് സുന്നികൾക്ക് മാത്രമല്ലല്ലോ. സുന്നികൾക്ക് മാത്രമല്ല, ഷിയകൾക്ക് മാത്രമല്ല, ഇവിടെ അഹമ്മദീയരായിരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള നിരവധി മുസ്ലിം ജനവിഭാഗങ്ങളുണ്ട്. അവർക്കെല്ലാം പ്രത്യേകമായിരിക്കുന്ന സംവിധാനങ്ങൾ വേണമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. അല്ലെങ്കിൽ അവരുടെയൊക്കെ ഭൂമി ഇവരെങ്ങനെ ഏറ്റെടുത്താലോ? പിന്നാക്ക സമുദായത്തിൽപ്പെട്ട മുസ്ലിങ്ങളായിരിക്കുന്ന ആളുകളുടെ ഭൂമി സമ്പന്നന്മാരായിരിക്കുന്ന ഒരു എന്താ പറയാ തങ്ങൾ ഹെജിമണി, അതിൽപ്പെട്ടുള്ള ആളുകളാണ് അടിച്ചു മാറ്റുന്നത്. ഇത് ബ്രാഹ്മണിക്കൽ ഹെജിമണിയല്ല, തങ്ങളിക്കൽ ഹെജിമണിയാണ് നടത്തിയിരിക്കുന്നത്. ഇവരടിച്ചു മാറ്റുന്ന ഭൂമിയാണ്. ഇവരിങ്ങനെ പാവപ്പെട്ടവന്റെ ഭൂമി മുഴുവൻ അടിച്ചു മാറ്റിയിട്ട് പള്ളിയുടെ പേരില്, അള്ളാഹുവിന്റെ പേരിൽ ഭൂമി അടിച്ചു മാറ്റിയിട്ട് ഇത് ആരംഗീകരിക്കുക? ഇതാണ് മണിപ്പൂരിൽ നടന്നിരിക്കുന്നത്. ഇത് തന്നെയാണ് ആസാമിൽ നടന്നിരിക്കുന്നത്. അത് നേരിടാൻ കേന്ദ്ര സർക്കാർ നല്ല കരുത്തുണ്ട്. ആ കേന്ദ്ര സർക്കാർ പട്ടാളത്തെ ആദ്യം അങ്ങോട്ട് അയച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനെതിരായിട്ട് കൈവെക്കുന്നുണ്ടെങ്കിൽ അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞ പോലെയാണ്, അതിനെ അതിശക്തമായ രീതിയിൽ നേരിടും.
ഒരു സംശയക്കാരുണ്ടാവില്ല. ഈ മുനമ്പത്തും അത്തരം നീക്കങ്ങൾ സൈന്യം വരാനോ അല്ലെങ്കിൽ ഇതിനെതിരെ ഇപ്പോൾ UDF-ഉം മുസ്ലിം ലീഗും ഒക്കെ കോടതിയിൽ പോവുകയും ഇതിനെതിരെ നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ പോലും പരോക്ഷത്തിൽ UDF ഒക്കെ എതിരാണ്. കാരണം 4 വോട്ടിന് വേണ്ടി അവർക്ക് ജനങ്ങളുടെ ഏത് തരത്തിലും അവരെ കൊണ്ടുവരാൻ ഇവർക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. അപ്പൊ അത്തരം ഒരു സാഹചര്യം ഇപ്പൊ മണിപ്പൂരിലും അസാമിലും ഉണ്ടായ ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? കേരളത്തിൽ മറ്റെവിടെയെങ്കിലും ഉണ്ടായെങ്കിൽ മുനമ്പത്തുണ്ടാവില്ല. കാരണം മുനമ്പത്ത് താമസിക്കുന്ന ആളുകള് ബഹുഭൂരിപക്ഷം വരുന്ന ആളുകള് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുമാണ്. അവിടെ വന്നിട്ട് ഈ പറയുന്ന കോപ്രായൊന്നും കാണിക്കാൻ ഹിന്ദുക്കൾ സമ്മതിക്കില്ല, ക്രിസ്ത്യാനികൾ സമ്മതിക്കില്ല. അതിശക്തമായ രീതിയിൽ നേരിടും. അതുകൊണ്ട് അവിടെ പട്ടാളത്തെ ഇറക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം വഖഫിന്റെ ഭേദഗതി നിയമം ഇവിടുത്തെ UDF എതിർത്താലും കൊള്ളാം, LDF എതിർത്താലും കൊള്ളാം, കേരളത്തിലെ ക്രൈസ്തവരും ഹൈന്ദവരും കേരളത്തിലെ കഷ്ടപ്പെടുന്ന മുസ്ലിങ്ങളടക്കമുള്ള ആളുകൾ സംയുക്തമായിട്ട് നിൽക്കും ഇക്കാര്യത്തില്. അവർക്കൊക്കെ ഭൂമി നഷ്ടപ്പെടുകയാണ്. അള്ളാഹുവിന്റെ പേരിൽ നടത്തുന്ന തട്ടിപ്പിനെ തിരിച്ചറിയുന്ന സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് ഇവിടെ ഒരു പട്ടാളത്തിന് ഒരു സഹായം ആവശ്യം വരില്ല, ഇവിടുത്തെ പോലീസിന് സഹായം ആവശ്യം വരില്ല. ഇവിടുത്തെ ജനങ്ങള് അതിനെ അതിശക്തമായ രീതിയിൽ നേരിടും. അത് ഇവർക്ക് നല്ല ആശങ്കയുണ്ട്. അത് UDF-കാരന് അറിയാലോ. ഇവിടുത്തെ സ്ഥലം MP-ക്കും MLA-ക്കൊക്കെ അതിനെ സംബന്ധിച്ച് നല്ല ധാരണയുണ്ട്. ഒരു കാരണവശാലും മുനമ്പത്തെ ഭൂമിയില് 1 സെന്റ് ഭൂമി വഖഫിന് പിടിക്കാൻ വേണ്ടി പറ്റില്ല. എറണാകുളത്ത് ഭൂമി പിടിക്കാൻ പറ്റുമോ? സേട്ടിന്റെ മകളുടെ ഭൂമി, മകളുടെ പേരക്കുട്ടിയുടെ ഭൂമി പിടിക്കാൻ പറ്റില്ല. ഇത് വേണമെന്നുള്ള മോഹമൊക്കെ ഉണ്ടാവും വഖഫിന്. വഖഫ് അങ്ങനെ ഒരുപാട് സ്ഥലത്ത് കണ്ണുവച്ചിട്ടുണ്ട്. ആ കണ്ണുവച്ചിരിക്കുന്ന ഭൂമിയെല്ലാം ആരെ കൊണ്ടെങ്കിലും വില കൊടുത്ത് വാങ്ങിപ്പിച്ച് ഇതിന്റെ വലിയ പ്രശ്നം നേരിടുന്നത് മുസ്ലിമിന്റെ ഭൂമി ആരാ വാങ്ങിക്കുക? വില കൊടുത്ത് എങ്ങനെ വാങ്ങിക്കുക? നിങ്ങൾ ഭൂമി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 4 സെന്റ് സ്ഥലം 5 സെന്റ് സ്ഥലം വീട് വെക്കാൻ വേണ്ടി വാങ്ങിച്ചാല് ആ നിങ്ങൾക്ക് തരുന്ന ആളുകള് നിങ്ങൾക്ക് ഭൂമി തന്നതിന് ശേഷം അതിൻ്റെ ഇടയ്ക്ക് അവർക്ക് ഒരു വഖഫിന് കൊടുക്കുക. അങ്ങനെ വഖഫിന് കൊടുത്തു എന്ന് പറഞ്ഞാൽ കള്ളപ്രമാണങ്ങൾ ഉണ്ടാക്കി ഈ തരത്തിൽ സാധാരണക്കാരായിരിക്കുന്ന ആളുകളെ പറ്റിക്കുന്ന സമീപനമാണ് വഖഫ് ബോർഡ് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാരുകൾ കൊണ്ടുവന്നത്, ഇടതുപക്ഷ സർക്കാരുകൾ അതിന് പിന്താങ്ങിയത്. ഇതിന് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തുടങ്ങിയിട്ട് കൊണ്ടുവന്ന് ഏകദേശം നരസിംഹറാവിൽ കൂടി മൻമോഹൻ സിംഗിലേക്ക് എത്തിയിട്ടുള്ള ഭേദഗതികള് ഇത് എവിടെയും ചോദ്യം ചെയ്യാൻ പാടില്ല. ഇതാരാ പറഞ്ഞത്? വഖഫിന്റെ ഭൂമി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ചോദ്യം ചെയ്യാൻ പാടില്ല തീരുമാനിക്കുന്ന ആരാ? വഖഫുകാരാണ് തീരുമാനിക്കേണ്ടത്. അത് സുപ്രീം കോടതി ചോദ്യം ചെയ്യും, അത് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യും. കോടതി അതിന് ശക്തമായ നീതിയുടെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കും. അപ്പൊ അതുകൊണ്ട് ഇത് മണിപ്പൂരിലെന്നല്ല, ആസാമിലെന്നല്ല, കേരളത്തിലെന്നല്ല, മഹാരാഷ്ട്രയിലും ഏത് സംസ്ഥാനത്തിലും ജമ്മു കാശ്മീരിലാണെങ്കിലും വഖഫിന്റെ നിയമത്തിന്റെ ആ ഭേദഗതി നടപ്പിൽ വരുത്തുക തന്നെ ചെയ്യുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ നടപടിയെടുക്കും? അത് പട്ടാളത്തെ വെച്ചിട്ട് മാത്രമൊന്നുമല്ല. ഇവര് വേണ്ടുന്ന ഇപ്പൊ ഒന്നെനിക്ക് വളരെ വ്യക്തമാണ്, മുസ്ലിം തീവ്രവാദ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് നടപടിയെടുത്താൽ അന്ന് മാളത്തിൽ ഒളിക്കും. നല്ല പഴയ കാലത്ത് ഗുജറാത്തിൽ കണ്ട അങ്ങനെയപ്പാ, നല്ല അടി കൊടുത്തപ്പോ അവിടെ ആദ്യം കയറിയിട്ട് ട്രെയിനിൽ തീ വയ്ക്കുന്ന ആളുകൾ അടി കിട്ടിയ സമയത്ത് എല്ലാം മാളത്തിൽ ഒളിച്ച് എന്നെ തല്ലുന്നെന്ന് പറഞ്ഞിട്ട് കരയാൻ വേണ്ടി തുടങ്ങി. ഇത് എല്ലാ സ്ഥലത്തും സംഭവിക്കുന്ന അങ്ങനെയാ. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച ഇപ്പൊ ആനയാക്കുന്നൊക്കെ പറഞ്ഞ് ആദ്യം NDF-നെ നിരോധിച്ച പ്രശ്നമാണ്. സിമി നിരോധിക്കാൻ വേണ്ടി പാടില്ല. അവസാനം നിരോധിച്ചാൽ നിരോധിച്ചത് തന്നെയാണ്. അവരെ പിടിച്ച് ജയിലിൽ തന്നെ കിടക്കും. അവർ ഗോതമ്പുണ്ണ അവിടെ കഴിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. ഇവർക്ക് എവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സാധ്യമല്ല. പക്ഷെ പട്ടാളം ഇറങ്ങിയ സംഭവിക്കാൻ പോകുന്ന അങ്ങനെയല്ല. ഒരു ഗോതമ്പുണ്ടെ കഴിക്കേണ്ടി വരില്ല. ഇവർക്കെല്ലാവർക്കും വളരെ പെട്ടെന്ന് അവിടെ സ്വർഗലോകത്തിലേക്ക് എത്താൻ പറ്റും. ഹൂറികളോടൊപ്പം ജീവിക്കാനുള്ള സൗഭാഗ്യവും സിദ്ധിക്കും. അതിനിടവരുത്താതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന.